ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ചെയ്യാനായിട്ടാണെന്ന് വെച്ചാൽ ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3 ഡീലിങ്ങളൊക്കെ ഒരു പുതിയൊരു കിടുക്കാച്ച് പൊളിക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് അങ്ങ് നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എണീറ്റ് കുളിച്ച് പല്ലൊക്കെ തേച്ച് നല്ല കിടുക്കാച്ചായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ പണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വീട്ടിൽ കയറുക, വണ്ടികൾ അടിച്ചു മാറ്റുക, സാധനങ്ങൾ അടിച്ചു മാറ്റുക, എല്ലാം കൊണ്ട് വിൽക്കുക, പൈസ ഉണ്ടാക്കുക. ഓക്കെ, അതാണ് നമ്മുടെ പണിയൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ പണിക്ക് എന്തായാലും ഇറങ്ങാനായിട്ടാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഒരു വലിയൊരു മാൻഷൻ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ കയറി റോബ് ചെയ്യാനാണ് എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ എടുക്കാം. ഓക്കെ, നമ്മുടെ ബൈക്കും ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ അതൊന്നും ഉണ്ടാകാൻ നോക്കിയിട്ട് വരട്ടെ. ഇനി എന്നെപ്പോലെ വേറെ വല്ല കളമൊന്നുമല്ല എടുത്തുകൊണ്ട് പോയാലും അതാണ്. ഓക്കെ, നമ്മുടെ KTM RC പ്ലെയിന് വണ്ടികളെല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം സെറ്റാണ്. നമ്മളതിൽ പിന്നെ ഒരു മഞ്ഞ കളർ പ്ലെയിനുണ്ട്, ഡുഗാട്ടി ബൈക്കുണ്ട്, KTM RC ഉണ്ട്. ഓക്കെ, പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, പിന്നെ R15 ഉണ്ട്, ഡ്യൂക്ക് 200 ഉണ്ട്. പിന്നെ കാറുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് GTR ഉണ്ട്, ടെർസോ ഉണ്ട്, മഹീന്ദ്ര താറുണ്ട്, അങ്ങനെ കുറേ വണ്ടികളും ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ KGF സിനിമയിലുള്ള റോക്കി ബായുടെ ബൈക്ക് നമ്മളിലുണ്ട്. അതാ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അടിച്ചു വരണത്. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഇടണം. എല്ലാം കൊലങ്ങി കിടക്കണത്. കുറേയൊക്കെ വിറ്റ് കളഞ്ഞതിലൊക്കെ, ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനിൽ വെച്ചേക്കാണ്. പേഴ്സണൽ വർക്കുകളായിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റോബിങ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ വണ്ടിയിലാണ് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവരാൻ പോണത്. അതെന്നും പതിവാണല്ലോ. ഈ വണ്ടി ഞാൻ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊന്ന് അടിച്ചു മാറ്റിയതാണ്. പക്ഷേ ഈ വണ്ടി കൊണ്ട് നല്ല ഉപകാരമുണ്ട്. ചില നമുക്ക് വണ്ടികളും കൂടെ അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ട്. ആദ്യം ഞാൻ വണ്ടി അടിച്ചു മാറ്റില്ലായിരുന്നു, ബൈക്കൊക്കെയാണ് ഞാൻ അടിച്ചു മാറ്റുമായിരുന്നു, കാറൊന്നും അടിച്ചു മാറ്റില്ലായിരുന്നു. ചില നമുക്ക് കൊണ്ടുപോകാൻ പാടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, നമുക്ക് ഈസിയായിട്ട് അടിച്ചു മാറ്റാം. ഞാൻ പിന്നെ ഇവിടെ ഒരു വലിയൊരു മാൻഷനുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു മില്യണയറിൻ്റെ. ആ ഒരു പുള്ളിക്കാരനും കാലൊക്കെ എന്തായാലും വീട്ടിലും കാലൊക്കെ ഇല്ല. പുള്ളിക്കാരൻ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുമോ. പുള്ളിക്കാരൻ എങ്ങോട്ടാ ടൂറ് പോയേക്കാണ്. ഏതോ രാജ്യത്തിലും കാലൊക്കെ ടൂറായിട്ട് എന്തായാലും പോയേക്കാണ്. ടൂറായിട്ട് അങ്ങയുടെ ഭാര്യയും പിള്ളേരും എല്ലാവരും കൂടെ എന്തായാലും പോയേക്കാണ്. അതുകൊണ്ട് ആ വീട്ടിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ കയറി അങ്ങ് മോഷ്ടിക്കാൻ പോകണം. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് തന്നെ എന്തായാലും കയറാം. ഇതാണ് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്പോ, ഇതൊരു മില്യണയറിൻ്റെ വീടാണ്. ഇഷ്ടം പോലെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അല്ല, ഒരു മിനിറ്റ്, ഇതിൻ്റെ ഡോറ് ലോക്കാണല്ലോ. നമ്മളെങ്ങനെ അകത്തോട്ട് കയറും? അയ്യോ, ഗേറ്റ് ലോക്കാണ്. അതെന്ത് കഷ്ടമാണ്. ഗേറ്റ് ലോക്കാണല്ലോ. നമ്മളതിൽ ഗേറ്റ് അടിച്ച് പൊട്ടിക്കാനുള്ള സാധനം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണത്? ഞാൻ എന്തായാലും ഫോണിൽ മോഡ് ഓണെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഫോണെന്ന് വെച്ചാൽ യഥാർത്ഥ ഫോണല്ല. സത്യത്തിൽ അത് ഇങ്ങനത്തെ ഗേറ്റ്, കാറ്, ബൈക്ക്, അങ്ങനത്തെ എല്ലാ എക്യുപ്മെൻറ്റ്സും ബാക്കി സാധനങ്ങളൊക്കെ ഹാക്ക് ചെയ്യാനുള്ളൊരു സാധനമാണ്. ഞാൻ ഇപ്പോൾ മോഡ് ഓണെന്ന് അടിച്ചിട്ടുണ്ട്. ഇനി പിസ്റ്റൾ എടുത്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ആ ഗേറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് മൊബൈൽ എടുക്കുക, MOD ഓഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ സാധനം ഓഫായിക്കോളും. പിന്നെ ഞാൻ വെടിവെച്ച ഒന്നും തുറക്കുമല്ലോ. ഈ സാധനം സത്യത്തിൽ നല്ല ഉപകാരമുള്ള സാധനമാണ്. ഇതെനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയാണ്. ഇതൊരു മാജിക്കലായിട്ടുള്ളൊരു സാധനമാണ്. കണ്ടാൽ തോന്നുന്നത് ഫോണാണെന്ന്, പക്ഷെ അത് ഒറിജിനൽ ഫോണല്ല, അതൊരു ഹാക്ക് ചെയ്യണ ഒരു ഡിവൈസാണ്. ഞാനിപ്പോൾ അതിട്ട് എന്തായാലും ആ ഒരു ഗേറ്റിങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കയറി എല്ലാ സാധനങ്ങളും അങ്ങ് അടിച്ച് മാറ്റി അങ്ങ് എടുക്കും.
അതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ മതിൽ ചാടാൻ മടിച്ചിട്ടാണ് ഗേറ്റ് തല്ലി പൊടിച്ചോക്കെ. ആ ഗേറ്റ് ഓട്ടോമാറ്റിക്കാണ്, അത് അടഞ്ഞ അകത്തായി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ശരിയാക്കിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് വണ്ടീനകത്ത് കയറ്റാം. ഓക്കെ, വണ്ടികളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ലോഡ് ചെയ്യണം, അതിനായിട്ടാണ്. ഓക്കെ, എൻ്റെ മുമ്പോ ഈ വീട്ടിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. മിക്കവാറും ഇഷ്ടം പോലെ എക്യുപ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ കാണുമായിരിക്കും. എല്ലാം ഞാൻ അടിച്ചു വരാനാണ് എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ. ഒരു മില്യണയറിൻ്റെ വീടല്ലേ, നമുക്കങ്ങ് എല്ലാം അങ്ങ് തൂത്തുവാരേക്കാം. ഓക്കെ, എന്തിനാണ് നമ്മളിവിടുത്തെ പ്രൊഫഷണൽ കള്ളനാണ്. പിന്നെ എന്താണ്, വണ്ടി കയറ്റാൻ ഇച്ചിരി പാട്. ഓക്കെ, ഞാനിപ്പോൾ എങ്ങനെയൊക്കെയോ കയറ്റാൻ നോക്കുകയാണ്. ഈ സാധനമാണെങ്കിൽ കയറണില്ല, സൈഡ് കിടന്ന് തട്ടയാണ്. കയറി 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 ഇത് കയറണില്ല. കാര്യം ചെയ്യാം, നമുക്ക് ഇത്തിരി റിവേഴ്സ് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫ്രണ്ട് എടുത്തിട്ട് ഒറ്റ കയറ്റം കയറ്റി കൊടുക്കാം. ഒരു റിവേഴ്സ് എടുത്ത് കയറ്റാം, അതാണ് നല്ലത്. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചെടുത്തോണ്ട് പറ്റും. വല്ല ചേസോ അങ്ങനെ വല്ലതും ഉണ്ടായാലേ, അതുകൊണ്ടാണ്. ഓക്കെ, പേടിയുണ്ട്. ഓക്കെ, ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഈ വണ്ടി ഭയങ്കര ഹെവിയും കൂടെയാണ്. ഞാൻ എന്താണ് അകത്ത് തരണമെന്നില്ല, അപ്പോൾ എളുപ്പത്തിൽ എടുത്തുകൊണ്ട്. ഓക്കെ, ഇപ്പം രാത്രി സമയമല്ലേ, ഇപ്പം രാവിലെയാണ്. ഓക്കെ, രാവിലെ ആയതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. രാത്രിയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ തന്നെ കൊടുക്കത്തെ പാടാണ്. തിരിഞ്ഞിരിഞ്ഞ് പോവാണ് എൻ്റെ ബോഗി. ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഈ വണ്ടി സൈഡിലോട്ടൊന്ന് കയറ്റി പാർക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എല്ലാ വണ്ടികളും ഒന്ന് എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും തിരിച്ചെടുക്കാൻ പാടാണ്. ഓക്കെ ഞാൻ അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. കയറിയാൽ മതി സാധനം. ഓക്കെ അങ്ങനെ കയറിയിട്ടുണ്ട്. തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, ഇതുകൊണ്ട് അതേ എടുക്കണില്ല. നമുക്ക് ഇങ്ങനെ ഇട്ടിരിക്കാം, അപ്പോൾ നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് എളുപ്പം. ഓക്കെ ഞാൻ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് എല്ലാ സാധനത്തിനും അങ്ങ് എടുക്കാം. ഓക്കെ, നമ്മുടെ ഫോണിലുള്ള ഡിവൈസ് വെച്ച് നമുക്ക് എന്തായാലും വീടിൻ്റെ ഡോറും ഞങ്ങൾ ഫസ്റ്റ് എന്തായാലും അടിച്ചൊന്ന് എന്തായാലും പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഡോറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡോറിൽ ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഡോറും കാര്യങ്ങളൊക്കെ എന്തായാലും ലോക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പൊട്ടിയിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ അമ്മ ഡോർ പൊട്ടിയങ്ങ് അകത്തായി പോയി. ഇതും എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, മറ്റേ ലോക്കെല്ലാം പൊട്ടി അകത്ത് തുറക്കാൻ പറ്റും. ഓക്കെ, ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തൂത്തുവരാം. ഫസ്റ്റ് നമുക്ക് വണ്ടികളുടെ കീ നോക്കാം. ഓക്കെ, ഇവിടെ കീയുടെ ഹാങ് കാണുന്നുണ്ട്. ഓക്കെ എനിക്കിവിടെ ഇപ്പോൾ എന്തായാലും ഒരു താറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ താറിൻ്റെ കീ ആയിരിക്കും. നമുക്കൊന്നും നോക്കണം, നമുക്ക് ഈ താറങ്ങ് ഈ സൈഡങ്ങ് അടിച്ചു വേണ്ട. അതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കങ്ങനെ ചുമ്മാ ഒരു താറ് കിട്ടി. ഓക്കെ, പിന്നെ ഒരു താറ്. ഓക്കെ നല്ലൊരു കിടിലൻ താറാണ്. ഓക്കെ, എൻ്റെ കീ അവിടെ ഹാങ്ങിൽ കിടക്കുകയായിരുന്നു. ഓക്കെ, ഇയാൾ പോയപ്പോൾ ഒരു വണ്ടി പോലും കൊണ്ടുപോയില്ല കേട്ടോ, അതാണ് വേറെ കോമഡി. ഇങ്ങനെ അതുവരെ ടാക്സിയിലാണ് പോയത്. ഓക്കെ, നമ്മളെന്തായാലും ഈ സൈഡ് കയറ്റി അങ്ങ് എന്തായാലും വണ്ടിക്കകത്തോട്ട് കയറ്റാം. ഇച്ചിരി സീനാണ് ഈ സാധനം, ഇതിൻ്റെ കുഴപ്പം അതാണ്. ഓക്കെ, ഞാൻ ചില ദിവസങ്ങളൊക്കെ കയറ്റാൻ എന്ത് പാടുണ്ടെന്ന് അറിയാമോ? ഈ ഒരു വണ്ടിയുടെ പ്രശ്നം അതാണ്, കയറ്റത് ഭയങ്കര പാട്. ഇത് കാരണമില്ല, അയ്യോ പണിപാളിയാ. അല്ലെങ്കിൽ നമുക്ക് ഈ റാമ്പ് പോലത്തെ അവിടെ കൊണ്ടിട്ടാലോ? ഓക്കെ, കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വണ്ടി കയറിയിട്ടുണ്ട്. അയ്യോ വണ്ടി സ്റ്റക്കായി. അയ്യോ ബാക്കിലോട്ടല്ലോ, പിന്നൊക്കെ പോലെ ഫ്രണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു പാടിട്ട് ആ വണ്ടി കയറ്റിയിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് കയറ്റി വണ്ടി ഒതുക്കിയിടാം. കാരണം വെച്ചാൽ നമുക്ക് ഈ വണ്ടികളൊക്കെ റൈറ്റ് ചെയ്താണ് നമുക്ക് ഇറങ്ങാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയായിട്ട് നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് ചേർത്തിടാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പാടാണ്. ഓക്കെ, ഞാൻ എന്തായാലും വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഞാൻ എന്തായാലും ചേർത്ത് തന്നെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡോറൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നാലെ നമുക്ക് ശരിയാക്കാം. ഓക്കെ, നമുക്കിനി പോയിട്ട് സ്കോർപ്പിയോടെ കീ എടുക്കാം. ഓക്കെ, ഞാനും ഇതെടുത്ത് നമ്മുടെ പോക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഞാൻ നമ്മുടെ ഫോണൊക്കെ സൈലൻറ്റിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആരെങ്കിലും വിളിച്ചാലോ? ഓക്കെ, ഇവിടെ ഇപ്പം എനിക്ക് സ്കോർപ്പിയോടെ കിട്ടി. ഓക്കെ, ഞാൻ എന്താണ് സൈലൻറ്റ് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ റോബ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എവനെങ്കിലും വിളിച്ച് ശല്യം ചെയ്തത്, അങ്ങനെ സമയം പോയി വല്ലവനും കയറി വന്ന ആകെ പാടാണ്. അതുകൊണ്ടാണ്. ഓക്കെ ഞാൻ അങ്ങനെ സ്കോർപ്പിയോ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സാധനങ്ങളും കൂടെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഓക്കെ സ്പീഡിൽ കയറ്റാം. ഓക്കെ, താറെങ്ങനെയാണ് കയറ്റുക. ഇതിൻ്റെ ഒരേ പ്രശ്നം ഇതാണ്. കയറ്റാൻ ഭയങ്കര പാടൊക്കെ.
എനിക്ക് തോന്നുന്നു ഇത് നല്ല പഴയ വണ്ടിയാണ് ഈ സ്കോർപ്പിയോ. മറ്റേ പുതിയതാണ് തോന്നുന്നു, കാരണം അത് ഫുള്ള് സൂപ്പറായിട്ടിരിക്കുകയാണ്. മറ്റേത് സ്ക്രാച്ച് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, കയറണില്ല സ്പീഡ് കയറ്റാം. ഓക്കെ, എല്ലാവരും കണ്ടാൽ തീർന്നു. ഓക്കെ, പറയാൻ വേണ്ട. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം എന്തായാലും കയറ്റിയിട്ടുണ്ട്. അയ്യോ ഇതിപ്പോൾ എന്തരണ്ടായ, അയ്യോ എങ്ങനെങ്കിലും ഇരുന്നാൽ മതി. അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോ, അതാണ് ഒരു കുഴപ്പം. എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. അയ്യോ ഓപ്പോ, എൻ്റെ അമ്മ തല അടിച്ചു വീണു. ഓക്കെ, അത് തന്നെ വീണിട്ടുണ്ട്. ആ താറും കൂടെ വീണെന്ന് തോന്നുന്നു. ഇല്ല, അത് വീണില്ല, അത് സൈഡിൽ നിൽക്കുകയാണ്. നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് വയ്യ ഇതിനെ കൊണ്ട് പോകാൻ. അയ്യോ അതിൻ്റെ ഡോറൊക്കെ പൊളിഞ്ഞു. ഇവിടെ കിടക്കട്ടെ, നമുക്ക് പിന്നെ ആ വണ്ടി എടുക്കുമ്പോൾ എല്ലാം കയറ്റാം. നമുക്ക് പോയിട്ട് ബൈക്കുകൾ എടുത്തിട്ട് വരാം. ഓക്കെ, ബൈക്കുകൾ ഇവിടെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ബൈക്കുകളൊക്കെ പോയി എടുക്കാം. സൈക്കിൾ ഇരിപ്പുണ്ട്, സൈക്കിൾ പക്ഷെ വേണോ? സൈക്കിൾ എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ബൈക്ക് എൻ്റെ മോനെ, ഇത് നമ്മുടെ കവാസാക്കി നിഞ്ച ZX 10R ആണ്. സീന് ബൈക്കാണ്, പക്ഷെ ഇതെങ്ങനെ കയറുമെന്നാണ് ആലോചിക്കണത്. കുറച്ച് വെളിയിലോട്ട് എടുത്തിട്ട് കയറ്റും. ഓക്കെ, ഞാൻ മാസ്കൊക്കെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ സ്പോട്ട് ചെയ്യും. ഒറ്റ ചാട്ടം വെച്ചെടുക്കാം. എൻ്റെ മോനെ, അയ്യോ വെളിയിൽ തെറിച്ചടേ. സ്പീഡ് കൂടിപ്പോയി. അപ്പം തന്നെ ബ്രേക്ക് കൂടി. ഈ വണ്ടിയുടെ ബ്രേക്കൊക്കെ പൊളി ബ്രേക്കാണ്. നമ്മൾ ഭാഗ്യത്തിന് ചത്തില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തെറിച്ച് ഉരുണ്ടടിച്ച് വീഴേണ്ടതാണ്. എൻ്റെ തലയൊക്കെ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റോബറി കഴിഞ്ഞിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കണ്ടിട്ട്, കാരണം എൻ്റെ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മറിഞ്ഞടിച്ച് വീണപ്പോഴൊക്കെ. ഓക്കെ, അല്ല നമ്മുടെ വണ്ടി ഇവിടെ പോയി. പണി പാളി, വണ്ടി കാണാനില്ല. നമ്മുടെ ട്രക്ക് എവിടെ? എനിക്കിറങ്ങൂടാ, നമ്മുടെ ട്രക്ക് കാണാനില്ല. ഇതെങ്ങോട്ട് പോയി? എൻ്റെ പൊണ്ണി, ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നണ്. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെയുള്ള എല്ലാ വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് ഇവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എല്ലാത്തിൻ്റെ കീകൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി പോയി സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് വരാം. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ സാധനങ്ങൾ ഇരിക്കുകയാണ്. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് എടുക്കും. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളെയും ഫസ്റ്റ് തന്നെ എന്തായാലും തൂത്തുവാരം എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എല്ലാം എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ZX 10R കൂടെ ഇരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കീയും കൂടെ എടുത്തിട്ടുണ്ട്. വണ്ടി നമുക്ക് എപ്പോഴായാലും എടുക്കാം. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് ഓടിപ്പോയി താഴെയുള്ള സാധനങ്ങൾ എടുക്കാം. ഇവിടെ നിറയെ ഫോണുകൾ ഇരിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ TV എല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഓ, ഇതിൻ്റെ അകത്ത് ക്യാഷൊക്കെ ഇരിക്കുകയാണ്, ഫോൺ ഇരിക്കുകയാണ്. എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നും ബാക്കിയാക്കണ്ട. ഓക്കെ, ഇവിടെ ഒരു സോഫയുണ്ട്. ഓക്കെ, എനിക്കിവിടെ നിന്ന് ഇഷ്ടം പോലെ പല പല കോയിൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട, ഈ ബൈക്ക് എടുത്തോണ്ട് അങ്ങ് ഒറ്റ ഓട്ടം അങ്ങ് വിടാം. പക്ഷെ എനിക്ക് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സ്കോർപ്പിയോ ആണ് ഇഷ്ടപ്പെട്ടത്. നമുക്കിതങ്ങ് വിടാം. ഓക്കെ, നമുക്കിതിൻ്റെ കീകൾ എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാം. എൻ്റെ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്കിവിടെ ഇപ്പോൾ എന്തായാലും പോലീസിൻ്റെ സൗണ്ടുകളൊക്കെ എന്തായാലും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. പോലീസ് വന്നിട്ടുണ്ടെന്ന് തോന്നണം. എൻ്റെ മോനെ, നമ്മളങ്ങനെ ആ സ്കോർപ്പിയോ എടുത്തു. എനിക്ക് ഈ വണ്ടി വേണം, ഇതിൻ്റെ ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, നമുക്കൊന്നും നോക്കണ്ട, ഇതും കൊണ്ട് അങ്ങ് ഒറ്റ ഓട്ടോ അങ്ങ് വിട്ടുകൊടുക്കുക. ഓക്കെ, ഒന്നും നോക്കണ്ട. ഓക്കെ, പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഓക്കെ, നമുക്കെന്തായാലും ഒറ്റ അടിക്കാൻ അങ്ങ് രക്ഷപ്പെടാം. ഓക്കെ ഗൈസ്, ഞാൻ ഇങ്ങനെ ഇവിടെ വലിയൊരു ജമ്പുകളൊക്കെ ചാടിയിട്ടുണ്ട്. പോലീസുകാരൻ നമ്മുടെ പുറകെ ഫോളോയാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ പറന്നു പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് മറ്റേ വണ്ടികളെല്ലാം വേണമായിരുന്നു. ഓക്കെ, പിന്നേലും വന്ന് നമുക്ക് എടുക്കാം, നമുക്ക് ജീവനും കൊണ്ട് ഓടാം, അതേ നടക്കത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ വണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, അവന്മാർ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്, അതാണൊരു സീൻ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ടെന്നാലും അങ്ങ് പോവാം ഗൈസ്. ഓക്കെ.